നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തിക്കും തിരക്കും ആശങ്കകളുമൊക്കെ പ്രതീക്ഷകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 9 പൊതുജനം വിധി എഴുതി കഴിഞ്ഞു എന്നുള്ള അവസ്ഥ കഴിഞ്ഞതിന് ശേഷം കുംഭമേള പെൺകുട്ടി മൊനാലിസ ഭോസ്ലെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് NHRC ഈ പെൺകുട്ടിയുടെ വിവാഹം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തുകയാണ്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ഒരു ശൈശവ വിവാഹമായിരുന്നു ഇത് എന്നുള്ള തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് മധ്യപ്രദേശ് പോലീസും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തയാണ്. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ഇതിലുള്ള ഇടപെടലുകൾ ശക്തമാക്കുന്നത് പുതിയൊരു നടപടിക്രമമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ വിവരങ്ങൾ ഒരു ഗോസിപ്പുകളായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആ ഗോസിപ്പുകൾ പറയുന്നത് ഒരു ക്രെഡിബിൾ സോഴ്സസ് എന്ന് പറയുമല്ലോ, വിശ്വസിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളെന്ന് മാധ്യമപ്രവർത്തകർ പറയുമല്ലോ. താരതമ്യേന ക്രെഡിബിൾ സോഴ്സസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒരു വിശ്വസനീയ കേന്ദ്രങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ വാക്കിനൊന്ന് തപ്പുകയായിരുന്നു. വിശ്വസനീയ കേന്ദ്രങ്ങൾ എന്നാണ് മാധ്യമപ്രവർത്തകർ സാധാരണ ഉപയോഗിക്കുന്ന ആ വാക്ക്. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ വിവാഹം ഒരു വിവാഹമോചനത്തിലേക്ക് പോവുകയാണ്. അതായത് മൊനാലിസ ഭോസ്ലെ എന്ന പെൺകുട്ടി ഫർമാൻ ഖാൻ എന്ന വ്യക്തിയുമായി നടന്ന വിവാഹം, അതായത് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ കാവൽ മന്ത്രിസഭയുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ MV ഗോവിന്ദനും A റഹീമും എല്ലാം ചേർന്ന് കേരളത്തിൽ വെച്ച് നടത്തിക്കൊടുത്ത ഈ വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ നമ്മളോട് പറയുന്നത്. അതിൻ്റെ കാരണം അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമോ ഒന്നുമല്ല. ഈ വിവാഹത്തെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഫർമാൻ ഖാൻ അകത്തു പോകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചൊരു കാര്യമാണ്. അതുമാത്രമല്ല പ്രശ്നം, ഈ വിവാഹം നടത്തിക്കൊടുത്ത ആളുകളുണ്ടല്ലോ, ഇവരെല്ലാം ഇതിൽ പ്രതി ചേർക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഇനി ഒരുപക്ഷെ നിയമത്ത് പരാജയം രുചിച്ചതിന് ശേഷം ശിവൻകുട്ടിക്കൊക്കെ ജയിലിൽ പോയി കിടക്കുക എന്നുള്ളൊരവസ്ഥ, ഒന്നാമത് അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ ഉള്ള ഒരു തരത്തിലും കളിയാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. സംസാരിക്കുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന് പലപ്പോഴും നമ്മൾ കളിയാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന സംഭവങ്ങളാണ്. A റഹീം തിഹാറിൽ പോയി കിടന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ PFIക്കാരെയൊക്കെ അവിടെ ഖാലിസ്ഥാനികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. ഇതുപോലുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ അതിൻ്റെ ഇടി വേറെ കിട്ടുമെന്നുള്ള അവസ്ഥയിൽ പോയി കിടക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കരുനുകൾ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടത് പക്ഷക്കാരുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞു കിടപ്പുണ്ട്. അത്തരത്തിലുള്ളൊരവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ വിവാഹം റദ്ദ് ചെയ്ത് ഇരുവരെയും രണ്ടാക്കി ഞങ്ങളിതാ എല്ലാം തീരുമാനമാക്കിയിരിക്കുന്നു, ഇനി ഞങ്ങളെ വെറുതെ വിട്ടൂടെ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ് എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ വിശ്വസനീയ കേന്ദ്രങ്ങളെന്ന് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. ഇത്തരത്തിലുള്ള സ്രോതസ്സുകളുടെ പേരുകൾ, ഈ വിവരം ഒരു കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ സാധിക്കുന്ന നിമിഷം വരെ പുറത്ത് പറയരുത് എന്നുള്ളതാണ് ഒരു മാധ്യമധർമ്മം. കാരണം അത് ശരിയുമല്ല. കാരണം ഇന്നയാളൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ധാരണ പൊതുമണ്ഡലത്തിൽ വന്നേക്കാം. അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഏറെക്കുറെ കാര്യങ്ങൾ സത്യം തന്നെയാണ് എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടിയുടെ വയസ്സ് കൃത്യമായിട്ട് 16 എന്ന് തന്നെയാണെന്ന്. കാരണം കോടതി കൃത്യമായിട്ട് അത് തീരുമാനിക്കുന്നതുവരെ നമുക്കത് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ മധ്യപ്രദേശ് നിയമ സംവിധാനങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകളനുസരിച്ച് 16 വയസ്സ് തന്നെയാണ് മൊനാലിസ ഭോസ്ലെയുടെ പ്രായം. ആ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ വന്ന് ഈ വിവാഹം നടത്തി ഈ ഫർമാൻ ഖാൻ എന്ന വ്യക്തി ഒരു കാര്യം വളരെ അഭിമാനത്തോടു കൂടിയും വളരെ കേരള സർക്കാരിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ട് എന്നുള്ള തരത്തിലും പറയുകയും ചെയ്തു. കാരണം അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ലഭ്യമായി എന്നുള്ളത്. ഈ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നതാരാണ്? കേരള സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്.
ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി. കാരണം 16 വയസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് വിവാഹം നടക്കുക എന്നുള്ളത് അസാധ്യമാണ് ഭാരതത്തിലെ നിയമം സംബന്ധിച്ച്. മറ്റ് ചില നിയമവഴികളുണ്ട്, അതിന് മതം മാറണം, അത്തരത്തിലുള്ള ഒരു നീണ്ട പ്രക്രിയകളുണ്ട്. പക്ഷേ രജിസ്റ്റർ വിവാഹമാണെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രക്രിയകളുണ്ട്, 30 ദിവസത്തെ സമയങ്ങൾ. ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ നിലവിൽ ഇരിക്കെ ഇത്തരത്തിലുള്ളൊരു വിവാഹത്തിന്, അതും ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ പ്രായം വ്യാജമായി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ടൊരു സർട്ടിഫിക്കറ്റ് ആ പെൺകുട്ടിയുടെ പ്രായത്തെ സംബന്ധിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു വിവാഹത്തിൽ, അതിന് സാധ്യതയുള്ളൊരു വിവാഹത്തിൽ ഇത്ര വേഗത്തിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു? വിവാഹ സർട്ടിഫിക്കറ്റ് അവർക്ക് എങ്ങനെ ലഭിച്ചു? അതിന് കളമൊരുക്കിയ സർക്കാർ സംവിധാനം ഏതാണ്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അന്വേഷണങ്ങൾ നീണ്ടേക്കാം. അതുകൂടി കൊണ്ടാണ് ഇപ്പോൾ ഈ വിവാഹബന്ധം വേർപെടുത്തി ഇവരെ രണ്ടാക്കി മൊനാലിസ ഭോസ്ലെയെ തിരിച്ച് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ശ്രമങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. ഫർമാൻ ഖാൻ്റെ ഭാഗത്ത് നിന്ന് അതിനനുകൂലമായൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. പക്ഷേ തൽക്കാലം കേരളത്തിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ ഇടതുപക്ഷ നേതാക്കളെ അനുസരിക്കാതെ തരമില്ല എന്നുള്ളൊരവസ്ഥ ഈ ഫർമാൻ ഖാൻ ഉണ്ടായേക്കാം. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. ഒരുപക്ഷെ ഫർമാൻ ഖാൻ്റെ പിന്നിൽ ഇനി നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന യഥാർത്ഥ ശക്തികൾ ഫർമാൻ ഖാൻ്റെ പിന്നിൽ അണിനിരന്നേക്കാം, ഇസ്ലാമിക ശക്തികൾ. അവിടെയുണ്ട ഒരു ഭാഗം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതിനും ഒരു പ്രശ്നം കിടപ്പുണ്ട്. കാരണം ഈ സത്യസരണി, സ്നേഹസരണി, സമാധാന സരണി, ഓടി നടക്കുന്ന സരണി തുടങ്ങിയ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. അതിൻ്റെ എല്ലാം കടയ്ക്കൽ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ കത്തിവെച്ച് കഴിഞ്ഞു. അവരുടെ മുൻപ് നടത്തിയിരുന്ന ഈ അഖില ഹാദിയ അല്ലെങ്കിൽ നിമിഷ ഫാത്തിമ തുടങ്ങിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ നടത്തിയിരുന്ന അവരുടെ ഒരു പ്രവർത്തനങ്ങളുണ്ടല്ലോ, സമാധാന പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾ ഇനി അത്ര സുഗമമായി കൊണ്ടുപോവുക അവരെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ അത്തരത്തിലൊരു പ്രവർത്തനവുമായി അവർ മുന്നോട്ടിറങ്ങിയാൽ അപ്പോൾ NIA വരും, വിത്ത് CRPF വരും. അങ്ങനെ റൌഫിക്കയുടെ ജയിലറയ്ക്ക് അടുത്ത് തന്നെ മറ്റൊരു ജയിലറ ഞാൻ ഒരു ഖാലിസ്ഥാനിയുമായി പങ്കിടാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, വന്ന് പങ്കിടുക എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരൊന്ന് സൂക്ഷിച്ചേ ഇതിൽ ഇടപെടുകയുള്ളൂ. എന്നാലും അവരിടപെടുവാനുള്ളൊരു സാധ്യത ഇതിലുണ്ട്. കാരണം ഈ കുംഭമേളയിലെ പെൺകുട്ടി എന്നത് അവർക്ക് അത്ര പെട്ടെന്ന് വിട്ടുകളയുവാൻ പറ്റിയൊരു ക്യാച്ചല്ല, അല്ലെങ്കിൽ ഒരു ആളല്ല. കാരണം അത്രത്തോളം ഒരു പ്രാമുഖ്യം ഈ വാർത്തയ്ക്ക് വന്നു കഴിഞ്ഞു. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ, മതപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ മുന്നേറ്റത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഐക്കണാണ് ഇവർ. കുറേ കാലം അഖില ഹാദിയെ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനും മേലെ ഉപയോഗിക്കാവുന്ന ഒരു ഐക്കണാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ വിട്ടുകൊടുക്കാതിരിക്കലിന് അത് സംബന്ധിച്ചെടുക്കേണ്ട നടപടികൾക്ക് അവരെ സംബന്ധിച്ച് ചില തടസ്സങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു വിശദമായ വാർത്തകൾ സമീപ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നേക്കാം, വരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തായാലും സജീവമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസും അന്വേഷണം ശക്തമാക്കുകയാണ്. പക്ഷേ മധ്യപ്രദേശ് പോലീസിന് താൽക്കാലികമായി കേരളത്തിൽ വന്ന് ഇടപെടുന്ന ഒരു രീതികൾക്ക് പരിമിതിയുണ്ട്. അവിടെയും പക്ഷേ ഒരു അനുകൂല സാധ്യത അവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മധ്യപ്രദേശ് പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷണം ശക്തമാക്കിയത്. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് ഇപ്പോഴും പോലീസിൻ്റെ നിയന്ത്രണം. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയന് പോലീസുമായിട്ടുള്ള, അല്ലെങ്കിൽ പോലീസിൻ്റെ നിയന്ത്രണവുമായി വലിയ ബന്ധമൊന്നുമില്ല ഇപ്പോൾ. ആ ഒരു സാഹചര്യം മുതലെടുക്കുവാൻ, ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി മുതലെടുക്കുവാൻ മധ്യപ്രദേശ് പോലീസിന് സാധിച്ചേക്കാം. അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയുവാൻ സാധിക്കും. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.